പ്രിയപ്പെട്ടവരെ, നമ്മുടെ തണ്ണിമത്തൻ്റെ വിളവെടുപ്പാണ്. അപ്പോൾ ഓരോന്നോരോ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു എത്രത്തോളം മൂത്തിക്കണ്, എത്രത്തോളം മധുരമുണ്ട് എന്നൊക്കെ നമ്മൾ കാണിക്കും കറക്റ്റ്. അപ്പം നമ്മളെ തോട്ടം ഇങ്ങനെ പരന്ന് കിടക്കട്ടോ. അപ്പോൾ അത് നമ്മൾ വിളവെടുക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഫസ്റ്റത്തെ ഉപ്പാനെ കൊണ്ട് പൊട്ടിപ്പിക്കുകയാണ്. അപ്പോൾ ഉപ്പ അങ്ങനെ പൊട്ടിച്ച് അത് കത്തി ആ മത്തന്നെ കൊണ്ടിട്ടോ, ജസ്റ്റ് വീണ്ടിട്ടുണ്ട്, ജസ്റ്റ് കത്തി തട്ടിയപ്പോൾ തന്നെ. അപ്പോൾ ആദ്യം സോയിൽ നമ്മളെ പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ കേട്ടോ. ബിസ്മില്ലാ. അപ്പോൾ സാധനം പൊട്ടിച്ച് ഇത് ഏകദേശം സൈസ് ആവുന്നുള്ളൂ അല്ലേ? അതിനൊക്കെ വലിയ സൈസാണ് ഉള്ളതൊക്കെ. ഇത് ചളി നിന്നിട്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത് കേട്ടോ. സോയില വെള്ളത്തിൻ്റെ ആ ഒരു ഇതുള്ളതുകൊണ്ടാണ്. അപ്പോൾ അടുത്തത് പൊട്ടിക്കണത് മുക്കാസയാണ് പൊട്ടിക്കുന്നത്. മുക്കാസ പറഞ്ഞാൽ ഇറാനി ഐറ്റം മുക്കാസ സാധനം. സോയില ഇവിടെ ഹായ് സെറ്റ് കേട്ടോ, അടിപൊളി സാധനം. അടുത്ത് നമ്മൾ യെല്ലോ മഞ്ച് പറഞ്ഞ ഐറ്റം പൊട്ടിക്കണം കേട്ടോ. പുറത്തിങ്ങനെ പച്ച തൊലിയായിട്ട് ഉള്ളിൽ മഞ്ഞ, നല്ല മധുരമുള്ള ഐറ്റമാണ്. അത് കഴിഞ്ഞ് അടുത്ത വെറൈറ്റി ആണ് ഓറഞ്ച് മഞ്ച്. പുറത്തിങ്ങനെ ഡാർക്ക് പച്ച ആയിട്ടുള്ള തൊലിയും ഉള്ളിൽ ഓറഞ്ച് കളറും. സൂപ്പർ ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് പൊട്ടിച്ച് നോക്കുന്നത്. കത്തി അടുത്തത് നമ്മൾ വിളവെടുക്കുന്നത് നമ്മളെ റസാക്കാട്ടോ. നമ്മളെ കൂട്ടുകാരൻ റസാക്ക് നമുക്ക് പച്ച ഷമാവിൻ്റെ വിത്തൊക്കെ തന്ന ആളാണ്. മാഷാ അല്ലാ, മാഷാ അല്ലാ. സെറ്റല്ല. അപ്പോൾ വിളവെടുപ്പിൻ്റെ ഒരു ഫസ്റ്റ് സെഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോന്ന് വിളവെടുത്തിട്ടുണ്ട്. 6 ഐറ്റമാണ് നമുക്കുള്ളത്. ഇത് സാധാ നാടന് ഉള്ളു ചോപ്പ്, നമ്മൾ നാടൻ മത്തന്. ഇത് ഉള്ളു ഓറഞ്ച് മഞ്ച് പറഞ്ഞ സാധനം. ഉള്ളു ഓറഞ്ചാണ്, നല്ല മധുരമാണ്, കരിമ്പൊക്കെ തിന്നണ പോലെയാണ്. പിന്നെ ഇത് യെല്ലോ മഞ്ച്, ഉള്ളു മഞ്ഞ പുറം പച്ച. അതുപോലെ ഇത് ആറോയി എന്ന് പറഞ്ഞൊരു സാധനം, ഉള്ളു മഞ്ഞ പുറം പച്ച, നല്ല സെറ്റാണ്. അതുപോലെ ഇത് നമ്മളെ ഇറാനി ഐറ്റം മുക്കാസ. നല്ല മധുരം എന്ന് വെച്ചാൽ കിടിലം മധുരമാണ്. ഏറ്റവും മധുരം ഇതിൽ ഉള്ള സാധനങ്ങളാണ് ഈ മുക്കാസ, അതുപോലെ ഓറഞ്ച് മഞ്ചും യെല്ലോ മഞ്ചും. പിന്നുള്ളത് വിശാല എന്ന് പറഞ്ഞ സാധനം. ഇത് മഞ്ഞ, ഉള്ളു ചുവപ്പ് പുറം മഞ്ഞ. ഇനി മത്തനിൽ ഏറ്റവും റേറ്റ് കൂടിയ സാധനമാണിത്. എവിടെ നമ്മൾ വാങ്ങിക്കുമ്പോഴും ഇതിനായിരിക്കും ഏറ്റവും റേറ്റ്. അത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. ഇത് കൂടുതൽ വലിപ്പം വെക്കില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണേ, ഓരോന്നായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഫാദാണ് നമ്മൾ കട്ട് ചെയ്യുന്ന ആള്. അല്ലല്ലോ, നമ്മൾ കട്ടിങ് ഇപ്പോഴത്തെ ട്രെൻഡിങ് സ്റ്റൈൽ ലവ് കട്ടിങ് ഉണ്ടല്ലോ, ആ സ്റ്റൈലിൽ കട്ട് ചെയ്യാട്ടോ. അയ്യോ മാഷാ അല്ലാ. ഇതിനി എല്ലാം അതേമാതിരി കട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്തത് ഓറഞ്ച് മഞ്ച് സോയിലാണ് കട്ട് ചെയ്യുന്നത്. ഉണ്ടോ, നമുക്ക് ആ ലവ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയായിട്ട് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടാണല്ലോ അത്. ആ ഒരു ലവ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ കട്ട് ചെയ്യാം. ഏത് ഓറഞ്ചോ? അടുത്ത കട്ട് ചെയ്യുന്നത് യെല്ലോ മഞ്ചാട്ടോ. ഈ ഓറഞ്ച് മഞ്ച് പോലെ തന്നെ ഇത് ഉള്ളു മഞ്ഞാവും, പുറത്ത് ഇങ്ങനെ പച്ച കളറാവും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് നല്ല മധുരമുള്ള ഐറ്റംസ് ഉണ്ട്. അടുത്തത് ഇറാനി ഐറ്റം മുക്കാസ എന്ന് പറഞ്ഞിട്ട് ഉള്ളു ചോപ്പ്, പുറത്ത് ഇങ്ങനെ പച്ചാട്ടാ. നമുക്ക് കട്ട് ചെയ്യുന്നത് ഫഹദും മോനും കൂടി കട്ട് ചെയ്യാണ്. അടുത്തത് നമുക്ക് വിശാല എന്ന് പറഞ്ഞ ഐറ്റം കട്ട് ഇപ്പാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ഒരൈറ്റം കൊണ്ട് ആരോഹി എന്ന് പറഞ്ഞ ഐറ്റം, പുറത്ത് പച്ച ഉള്ളു മഞ്ഞ, അത് ഇറാനി ഐറ്റമാണ്. അങ്ങനെ നമ്മൾ 6 ഐറ്റം കട്ട് ചെയ്ത് കണ്ടാ ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്ത് ഇങ്ങനെ ലവ് ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ നല്ല വെറൈറ്റി കളർ 6 ഐറ്റംസ് ഉണ്ട്. ഇനി നമ്മൾ കുട്ടികളെല്ലാവരും ഉണ്ട് കൂടെ, എല്ലാവർക്കും ഓരോ പീസ് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണിക്കട്ടോ. നമ്മൾ കുട്ടികൾക്ക് ആദ്യം കൊടുക്കട്ടെ. എന്നിട്ട് എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല മധുരം, നല്ല മൂപ്പായിരിക്കണം. കുരുവൊക്കെ ഓറഞ്ച് മഞ്ച് രസമില്ല. തണുപ്പിച്ച് കഴിച്ചാണ്ടല്ലോ കറക്റ്റ് കരിമ്പ്.
നല്ല മധുരട്ടോ. ഇത് യെല്ലോ മഞ്ച്. ഏതാണ്ട് എന്താ പാടുന്നു അടുക്കള അതെയാ സൂപ്പർ നല്ല മൂത്തിങ്ങനെ കുരൊക്കെ കണ്ടില്ല, നല്ല മൂത്തിങ്ങനെ കറുത്ത കുരയിക്കണം. അതന്നെ ഓറഞ്ചും എല്ലാം കൂടി നല്ല മധുരമാണ്. രണ്ടും രണ്ട് ഫ്ലേവർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും കഴിക്കുമ്പോൾ. ഇതിങ്ങനെ വേറെ ടൈപ്പ് മധുരം, ഫ്ലേവറിലുള്ള വ്യത്യാസം. രണ്ടും കൂടി കഴിക്കണല്ലോ, മധുരം കയറിയിട്ട് ഭയങ്കരമാണ്. ഇതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവരും. ഇനി അടുത്ത മൂന്നെണ്ണം. ഇത് ആരോയില്ല, ഇത് ഇറാനി വരുന്ന സാധനമാണ്. ഇറാനിൽ പുറം പച്ച, ഒരു ഡാർക്ക് പച്ച, ഉള്ള മഞ്ഞ. ഒന്ന് നോക്കാം. ഓരോന്നും ടേസ്റ്റ് കൂടി വരല്ലോ. നല്ല മധുരം, ഹെവി മധുരം. ഇത് ശരിക്കും പൊങ്ങൊക്കെ തിന്നായി, നമ്മളെ തേങ്ങന്റെ പൊങ്ങില്ലേ അത് തിന്നണമായി. അത്രയും സോഫ്റ്റുമാണ്, നല്ല മധുരം. മുക്കാസ ഇറാനി കിരൺ ഇറാനി ആയിട്ട് മുക്കാസ. നേരത്തെ ഒന്നുമില്ലാന്ന് പറയാം. ഇത് ശരിക്കും ഷുഗർ ഉള്ളവരൊക്കെ ഒരു കഷ്ണം കഴിക്കാൻ പാടുള്ളൂ. അമ്മാതിരി ഷുഗറാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ചെയ്യുമ്പോൾ അത് ഇത് കിട്ടിയില്ല നമുക്ക്. സൂപ്പർ. ലാസ്റ്റ് ഒന്നും കൂടെ നമുക്ക് ട്രൈ ചെയ്യാണ്ട്. ഇത് വിശാല എന്നാണ് കേട്ടോ. പുറം മഞ്ഞ ഉള്ളു ചുവപ്പ്. ഇനി എങ്ങനെ അറിയില്ല, മറ്റേ തിന്നിട്ട് ആകെ മധുരയിക്കുമ്പോൾ വായില് ഒന്നുമില്ല. പുറം മഞ്ഞ ഉള്ളു ചുവപ്പ്. ഇത് ഓരോന്നും ഓരോ ഇപ്പൊ ജസ്റ്റ് ദപ്പണ്ട് പൊട്ടിച്ച് എടുത്ത് കഴിച്ച്. ശരിക്കും മത്തന്ന് വെച്ചാൽ നമ്മള് വിളവെടുത്തിട്ട് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കണം. അതും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റോ. മൂസി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതേതാ സാധനം? വിശാലല്ലേ, പുറം മഞ്ഞ ഉള്ളു ചുവപ്പ്. സൂപ്പർ അല്ല? ട്രൈ അല്ല, ട്രൈ. അപ്പോൾ നമ്മൾ എല്ലാം ടേസ്റ്റ് ചെയ്ത് 6 ഐറ്റമാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. എല്ലാം മസ്റ്റ് ട്രൈ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒരു ട്രയലാണ്. ഇന്ന് നമ്മൾ വീട്ടുകാരൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കൂടി കൂടിയിട്ട് ട്രയൽ എടുത്താണ്. 3 പാർട്ട്നേഴ്സ് ഉണ്ട്, അവർ നമ്മുടെ കുടുംബമുണ്ട്. അപ്പോൾ നാളെ രാവിലെ 8 മണി മുതൽ ഇവിടെ വിൽപ്പന തുടങ്ങും. രാവിലെ 8 മണി മുതൽ നമ്മൾ വിളവെടുത്തിട്ട് നേരിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടുന്ന് വിൽക്കുകയാണ്. നമ്മൾ തോട്ടത്തേക്ക് നമ്മൾ എല്ലാവരും അങ്ങനെ ഇറക്കാനുള്ളൊരു പ്ലാനില്ല ഇപ്പോൾ. കാരണം തോട്ടത്തിൽ ഇനിയും ചെറുതൊക്കെ അങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ തോട്ടത്തിൽ എല്ലാവരും കൂടി ഇറങ്ങിയാൽ അത് വള്ളിയൊക്കെ കിടന്ന് ബുദ്ധിമുട്ടാകും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മളിങ്ങനെ എടുത്തിട്ട് അവർ മുന്നിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കും. എന്നിട്ട് ആവശ്യമുള്ളതിൽ തൂക്കി കൊടുക്കും. ഈ 6 വെറൈറ്റി നാളെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ നമ്മളെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ഡീറ്റെയിൽസ്. അതിൽ വിളിച്ചിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ നമ്മൾ മാറ്റി വെക്കും. സാധനം നമുക്ക് കൂടുതലൊന്നുമില്ല, ഒരു 1/2 ഏക്കറിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള സാധനമുള്ളൂ. പക്ഷേ സൂപ്പർ സാധനമാണ്, എല്ലാവരും കൊണ്ടുപോയിട്ട് ഒന്ന് കഴിച്ചു നോക്കി. മലപ്പുറം ജില്ലയിലെ തിരുനാവായക്കടുത്ത് ഞങ്ങളുടെ കൊച്ചു ഗ്രാമമായ സൗത്ത് പല്ലാറിൽ നാളെ തണ്ണിമത്തം വിളവെടുപ്പ് പുഞ്ചപ്പാടത്ത് വെച്ച് നടക്കുന്നതാണ്. ഏപ്രിൽ 12 രാവിലെ 8 മണിക്ക്, ഞായറാഴ്ച രാവിലെ 8 മണിക്ക് നമ്മൾ വിളവെടുക്കും. അപ്പോൾ എല്ലാവരും അതുപോലെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഗ്രൂപ്പുകൾക്കും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്തേക്ക്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.